ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്ന് എൻ്റെ സഹപ്രവർത്തനായ മന്ത്രി ഒരു ബില്ല് കൊണ്ടുവന്നു. അതുമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷജി, ഞാൻ ഇന്ന് 12 മണിക്ക് ചർച്ച നടന്നു. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ. ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് തുടരാം. ബഹുമാനപ്പെട്ട മന്ത്രി, ഇന്ന് രാവിലെ മുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ചർച്ചയൊക്കെ ശ്രദ്ധിച്ചു. ഒരു പക്ഷേ നിഷ്കളങ്കമായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാവാം, പല തെറ്റിദ്ധരിപ്പിക്കുന്ന ചിന്തകളും നമ്മുടെ അംഗങ്ങളുടെ മനസ്സിലുണ്ട്. പല ചിന്തകളും നമ്മുടെ രാജ്യത്ത് പരക്കുന്നുണ്ട്, അത് സത്യമല്ല. ഇപ്പോൾ ബില്ലിനെ പറ്റി നടന്ന ചർച്ചകളെ പറ്റി പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട റിജിജു അതിന് മറുപടി നൽകും. ചില കാര്യങ്ങൾ ഞാൻ വിശദമാക്കാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചില വിശദീകരണങ്ങൾ നൽകാം. വഖഫ് അതൊരു അറേബ്യൻ വാക്കാണ്. വഖഫിൻ്റെ ചരിത്രം ചില മറ്റു പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൻ്റെ അർത്ഥം, വഖഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ പേരിൽ സംഭാവന ചെയ്യപ്പെട്ട ഭൂമി മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഇതിൻ്റെ വർത്തമാനകാല അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇത് രണ്ടാമത്തെ ഖലീഫയുടെ കാലത്ത്, ഉമറിൻ്റെ കാലത്ത്, ഇന്ന് നമ്മുടെ ഭാഷയിൽ അതിനെ വിശദീകരിക്കുന്നത് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു ദാന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്, ഒരു ദാനമാണത്. ഒരു വ്യക്തിയുടെ സ്വത്താകാം, ഭൂമിയാകാം, അല്ലെ മതപരമായ കാര്യങ്ങൾക്ക് ഭൂമി നൽകിയതാവാം. എന്ത് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായാലും ദാനം നൽകിയ ഭൂമി, അങ്ങനെയാണ് വഖഫ് നിലവിൽ വന്നത്. ഈ ദാനം അല്ലെങ്കിൽ ഈ സംഭാവന വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എൻ്റെ പേരിലുള്ള ഭൂമി മാത്രമേ എനിക്ക് സംഭാവന ചെയ്യാൻ പറ്റൂ. സർക്കാരിൻ്റെ ഭൂമി ദാനമായിട്ട് എനിക്ക് നൽകാൻ പറ്റില്ല. മറ്റൊരാളുടെ ഭൂമി സംഭാവനയായിട്ട് എനിക്ക് നൽകാൻ പറ്റില്ല, ദാനമായിട്ട് എനിക്ക് നൽകാൻ പറ്റില്ല. എന്തെങ്കിലും ഭൂമി ദാനമായിട്ട് നൽകുന്നുണ്ടെങ്കിൽ അത് എൻ്റേതായിരിക്കണം. എനിക്ക് ആ ഭൂമിയുടെ മേൽ അവകാശമുണ്ടായിരിക്കണം. അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് മുഴുവൻ കിടക്കുന്നത്. ഡൽഹിയിൽ മുഹമ്മദ് ബിൻ ഗോറിയുടെ കാലത്ത് വഖഫ് നിലവിൽ വന്നു. ബ്രിട്ടീഷ് കാലത്ത് 1863 അത് മതത്തിനുള്ള ഡൊണേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട് വന്നു. റിലീജിയസ് ചാരിറ്റബിൾ പ്രോപ്പർട്ടീസ് ആക്ട് 1893. 1930 മറ്റൊരു നിയമം നിലവിൽ വന്നു. അതുവരെ എല്ലാ നടപടിക്രമങ്ങളും ചാരിറ്റബിൾ ദാന നിയമത്തിൻ്റെ അതിൻ്റെ കീഴിലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ 54 നിയമം അതിന് കേന്ദ്രീകൃത സ്വഭാവം വന്നു. നിയമത്തിന് 1995 ജുഡീഷ്യൽ ക്രിമിനൽ വഖഫ് ബോറോയിങ് നിയമം നടപ്പിൽ വന്നു. അങ്ങനെ വഖഫ് ക്യാമ്പസും വഖഫ് ബോർഡും നിലവിൽ വന്നു 1995. ഈ തർക്കം മുഴുവൻ തന്നെ എന്തുകൊണ്ടാണ് മുസ്ലിം ഇതരരെ വഖഫ് കൗൺസിൽ വെക്കുന്നത്, അതാണ് തർക്കം ഇപ്പോഴുള്ളത്. അത് ബന്ധപ്പെട്ടിരിക്കുന്നത് വഖഫ് സ്വത്തിൽ ഇടപെടുന്നു എന്ന് പറയും. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഇസ്ലാമിക ഇതര അംഗങ്ങൾ വഖഫ് ബോർഡിൽ ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കൂ ദയവായിട്ട്. ആരാണോ ഇത് മാനേജ് ചെയ്യുന്നത്, അത് മതപരമായ സ്ഥാപനമാവട്ടെ, ആ തരം മാനേജ്മെൻറ്റിൽ മുസ്ലിം ഇതരരെ അതിൽ വെക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. നിങ്ങൾ തുല്യതയെപ്പറ്റി പറയുന്നു, തുല്യതയെ ലംഘിക്കുന്നു എന്ന് പറയുന്നു. അവിടെ ആവശ്യമില്ലാത്ത കടന്നുകയറ്റം ഉണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഈ 1995 വരെ വഖഫ് കൗൺസിൽ, വഖഫ് ബോർഡിൽ നിലവിലുണ്ടായിരുന്നില്ല. അത് നിലവിൽ വന്നത് 1995 മുതലാണ്. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്? ഇത് മുസ്ലിമിൻ്റെ മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് പറയുന്നു. അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ അവരുടെ ഭൂമി ദാനം ചെയ്യുന്നത് ആയിട്ട് ബന്ധപ്പെട്ടാന്ന് പറയുന്നു. ഇത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ആശങ്ക സൃഷ്ടിക്കാനും വോട്ട് ബാങ്ക് കണ്ടുകൊണ്ടുള്ള മനഃപൂർവമായ ഒരു ശ്രമമാണ്. മുസ്ലിം ഇതര അംഗങ്ങളെ കൗൺസിലിൽ വെക്കുന്നത് അല്ലെങ്കിൽ ക്യാമ്പസിലൊക്കെ വരുന്നത് അത് വഖഫ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയല്ല, അത് നടത്തിക്കൊണ്ടുപോകാനല്ല. അത് ഒരു മനുഷ്യൻ അയാളുടെ ഭൂമി ദാനമായിട്ട് നൽകുമ്പോൾ ആ ദാനം നൽകിയ ഭൂമിയിലെ ഭരണം നിയമപ്രകാരമാണോ നടക്കുന്നത്, പാവങ്ങളുടെ ഉന്നമനം, അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത് നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ് വഖഫ് ബോർഡിൽ ഇത്തരം അംഗങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗങ്ങളെ, ഒരു താരതമ്യം ഞാൻ ചെയ്യാം. മറ്റു മതങ്ങളുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യാം, ചില വിശദീകരണങ്ങൾ നൽകാം. ട്രസ്റ്റ് നിയമമുണ്ട്, ട്രസ്റ്റ് ആക്ട് ഉണ്ട്. ട്രസ്റ്റിൽ അവർ അംഗങ്ങളാണ്, ലീഡ് ചെയ്യുന്ന ആളുകളാണ്, മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് ട്രസ്റ്റീസ്. വഖഫിലും മുത്തഫലി അവരെല്ലാം ഇസ്ലാം പിന്തുടരുന്ന ആളുകളാണ്. ഇപ്പോൾ വഖഫ് എന്ന വാക്ക് ഇസ്ലാമിൽ നിലവിലുള്ള ഒരു വാക്കാണ്. ഇസ്ലാമിനെ പിന്തുടരുന്നവർക്ക് മാത്രമേ വഖഫ് എന്ന പദം ഉപയോഗിക്കാൻ. നിങ്ങൾക്ക് നോൺ ഇസ്ലാമിതരെ വഖഫിൽ വേണമോ? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന പിന്തുടരുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതിൽ സെർവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് വന്നിരിക്കുന്ന ഇസ്ലാം എന്ന മതത്തിൽ നിന്നാണ്. ഇപ്പം നിങ്ങൾ പറയുന്നു വഖഫ് കൗൺസിലില്ല, വഖഫ് ബോർഡില്ല. സർ, നമുക്ക് ട്രസ്റ്റിമാരുണ്ട്, ചർച്ചിലുള്ള പോലെ. അവർ ക്രിസ്ത്യനാവും, അവർ പാർസിയിലുണ്ടാവും, അവരുടെ ക്ഷേത്രമുണ്ട്. ഹിന്ദുക്കളുണ്ടാവും, അവർ ഹിന്ദുസായിരിക്കും അതിലുണ്ടാവുക. വഖഫിൽ എങ്ങനെയാണ് മുസ്ലിംസ് ഇതിൽ വന്നത്? ചാരിറ്റി, ധ്യാനമാണ്, ദാനം. ഒരു മുസ്ലിമിന് ചാരിറ്റി കമ്മീഷണർ ആവാൻ പറ്റുമോ ഇല്ലയോ? അയാൾക്ക് ട്രസ്റ്റ് നടത്താൻ പറ്റുകില്ലേ? ചാരിറ്റി നിയമപ്രകാരം ആ കാര്യങ്ങൾ നോക്കി നടക്കാൻ, ഇതൊരു മതപരമായ കാര്യമല്ല, ഇത് ഭരണപരമായ കാര്യമാണ്. അതുകൊണ്ടാണ് സാർ ചാരിറ്റി കമ്മീഷണർ ഹിന്ദു ആണ് എന്ന് തീരുമാനിച്ചത്. എങ്ങനെയാണ് ക്രിസ്ത്യൻ ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, ചാരിറ്റി കമ്മീഷണർ ക്രിസ്ത്യനായിരിക്കും. എങ്ങനെയാണ് ജെയിൻസ്, ഹിന്ദുസ് അവരുടെ ചാരിറ്റി നോക്കുക? നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. അതായത് ഞാൻ പറയുന്നത്
ഒരു തരത്തിലുള്ള ഒരു മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. വഖഫ് ബോർഡുണ്ട്, വഖഫ് കൗൺസിലുണ്ട്. അതിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ നമ്മൾ തിരഞ്ഞുപിടിച്ച് ആ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണം. അതാണ് ഞങ്ങൾ പറയുന്നത്. വഖഫിന്റെ പേരിൽ ഇവിടുത്തെ ഈ പ്രോപ്പർട്ടീസ് 100 കൊല്ലങ്ങളുള്ള സാധനങ്ങളും വിൽക്കുന്നത്, അതിന്റെ വില എത്രയാണ്, അങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കണം. ഇപ്പോൾ ഇതിന്റെ വരുമാനം ഇവിടുത്തെ നമ്മുടെ ന്യൂനപക്ഷങ്ങളെ നമ്മൾ മുന്നോട്ട് നയിക്കണം, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇപ്പോൾ കള്ളമായി മോശമായി പണം ഉപയോഗിക്കുന്ന ആളുകളെ കൃത്യമായി തിരിച്ചറിയുക തന്നെ വേണം. ഞങ്ങൾ അങ്ങനത്തെ മോശമായ കാര്യങ്ങൾ ഒരിക്കലും നടക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. സർ, വളരെ കൃത്യമായി ഒരു കാര്യം പറയാനുണ്ട് സർ. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, ഇവിടെ എല്ലാവരും പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു. പക്ഷേ എനിക്ക് വളരെ കൃത്യമായൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ 2013 ഇവിടെ ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു. ആ ഭേദഗതികൾ എന്ന് പറയുന്നത് അന്നത്തെ ഭേദഗതികൾ അന്ന് കൃത്യമായ ഭേദഗതികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഭേദഗതി കൊണ്ടുവരേണ്ട ആവശ്യം തന്നെ ഉണ്ടാകില്ലായിരുന്നു. 2014 ഇലക്ഷനിൽ വന്നു. 2013 ചില ആളുകളെ പ്രീണന നയത്തിന് വേണ്ടി മാത്രമാണ് ആ ഭേദഗതികൾ കൊണ്ടുവന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ 123 VVIP വസ്തുക്കൾ കോൺഗ്രസ് സർക്കാർ അവർ ഇലക്ഷന്റെ സമയത്ത് 25 ദിവസം മാത്രമുള്ളപ്പോൾ അവർ വഖഫിന് കൊടുത്തു. ഡെയിലി വഖഫ് ബോർഡ് ഇവിടെ റെയിൽവേയുടെ സ്ഥലം പോലും വഖഫിന് കൊടുത്തു. ഈ വഖഫിന്റെ സ്ഥലം ഒരു ഇല്ലീഗലായിട്ടുള്ള പള്ളി കെട്ടിപ്പടുക്കുകയുണ്ടായി. 250 ഹെക്ടർ അവിടെ തമിഴ്നാട്ടിൽ 100 വർഷം പഴക്കമുള്ള 400 ഏക്കർ വഖഫിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തു. ഒരു മന്ദിരം, ഒരു അമ്പലം. എല്ലാവരും ഇരിക്കും. നിങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദം കിട്ടും, സമയം കിട്ടും. ഇരിക്കൂ, നിങ്ങൾക്കും സംസാരിക്കാനുള്ള അനുവാദം കിട്ടും. ബഹുമാനപ്പെട്ട സർ, കർണാടകത്തിൽ മണിപ്പണ്ഡിറ്റ് കമ്മിറ്റി റിപ്പോർട്ടാണ് ഞാനിവിടെ പറയുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഏക്കർ കണക്കിന് വഖഫിന്റെ സ്ഥലം ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് റെന്റിന് കൊടുക്കുന്നത് കണ്ടു. 2001 തൊട്ട് 2011 വരെ 2 ലക്ഷം കോടി ഭൂമി വിലയുള്ള വഖഫ് പ്രോപ്പർട്ടി ഇവിടുത്തെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് കൊടുത്തു. അത് ലീസിന് കൊടുക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. ബാംഗ്ലൂരിൽ 602 ഏക്കർ ഭൂമിയാണ് നമുക്ക് കർണാടകത്തിലെ പല ഗ്രാമങ്ങളിലും 1500 ഏക്കർ സ്ഥലം ഇത് എടുത്തു. അത് ഇപ്പോഴും അത് പ്രശ്നബാധിതമായി നിൽക്കുകയാണ്. 500 കോടി രൂപ പ്രോപ്പർട്ടി, 500 ഒരു 5 സ്റ്റാർ ഹോട്ടൽ വരെയുള്ള അത് 12,000 രൂപ റെന്റിനാണ് മാസത്തിന് കൊടുക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ പണം എന്ന് പറയുന്നത് അത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ധനികർക്കുള്ളതല്ല. ഇത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്.
ചെ- ഒരു കാര്യവും മനസ്സിലാക്കാതെയാണ് അവരിതെല്ലാം പറയുന്നത്. അവർ ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, താളി പരമ്പന 75 വർഷം പഴക്കമുള്ള 600 ഏക്കർ ഭൂമി വഖഫ് എന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലങ്ങൾ എടുക്കുന്ന അവസ്ഥ ഉണ്ടായി. ബഹുമാനപ്പെട്ട സാർ, വിവിധ ക്രിസ്ത്യൻ പള്ളികൾ ഇതേ വിവിധ ഗ്രൂപ്പുകൾ പള്ളിയുമായി ബന്ധപ്പെട്ട വിവിധ ക്രിസ്ത്യൻ പള്ളികൾ, വിവിധ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ മുസ്ലിം 4 കൊല്ലത്തിടയ്ക്കിൽ മുസ്ലിങ്ങൾക്ക് എല്ലാം കാര്യങ്ങൾ മനസ്സിലായി. അത് മാത്രമല്ല, ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ അംഗങ്ങൾ അവർ പറയുകയുണ്ടായി, അവരെല്ലാ ക്രിസ്ത്യൻ മതവിഭാഗത്തെ മോശമായി ചിത്രീകരിക്കുകയാണ്. നമ്മൾ ഈ ബില്ലിനെ അനുകൂലിക്കുന്ന കാര്യം ഞാൻ പറയുന്നത് സാർ വളരെ കൃത്യമായ കാര്യങ്ങൾ കൊണ്ടാണ്. തെലങ്കാനയിൽ 66,000 കോടി രൂപയും 1700 ഏക്കർ സ്ഥലവും വഖഫിന് വേണ്ടി വഖഫാന്നവർ പറയുന്നു. ആസാമിലും ഒരു ഗ്രാമം 134 ഏക്കർ സ്ഥലം വഖഫാണെന്ന് പറയുന്നു. ഇനി ബീഹാറിലായിക്കൊള്ളട്ടെ, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും സാർ ഇതാണ് തന്നെയാണ് അവസ്ഥ. ഇനി ഹരിയാനയിലേക്ക് വരാം. ഗുരുദ്വാരയ്ക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ വഖഫിന് കൊടുക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. ബഹുമാനപ്പെട്ട സാർ, പ്രയാഗ്രാജിലും ഇത് തന്നെ ഉണ്ടായി. ഒരു പാർക്ക് തന്നെ വഖഫിന് കൊടുക്കേണ്ട അവസ്ഥയാണ് സാർ വന്നത്. ബഹുമാനപ്പെട്ട സാർ, മഹാരാഷ്ട്രയിൽ ഔറംഗി ഗ്രാമത്തിൽ അവിടെ മഹാദേവ ക്ഷേത്രവും വഖഫ് എന്നുള്ള അവകാശവാദം ഉണ്ടായി. 12 ഏക്കർ സ്ഥലം വഖഫ് ബോർഡ് പിടിച്ചെടുത്തതെന്ന് നമ്മൾ കണ്ടു. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നു. ഇതിൽ വളരെ കൃത്യമായി എനിക്ക് പറയാനുള്ളത്, വഖഫ് എന്നത് അത് മുസ്ലിങ്ങളുടെ മതപരമായ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഡൊണേഷനുകളിലോ അതിലൊന്നും ഞങ്ങൾ ഇടപെടുകയുമില്ല. പക്ഷേ വഖഫിന്റെ സ്വത്ത് എന്ന് പറയുന്നത് അത് കൃത്യമായി നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് നിയമപരമായിട്ടാണ് നടക്കുന്നതെന്ന് കൃത്യമായി നോക്കേണ്ടതുണ്ട്. ഞങ്ങളത് ദാനം ചെയ്യുന്നെന്ന് പറയുന്നു. 12,000 രൂപ 5 സ്റ്റാർ ഹോട്ടലിന് വേണ്ടി ലീസിന് കൊടുക്കുന്നത് ശരിയാണോ? കാരണം ഈ പണം എന്ന് പറയുന്നത് അത് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ മെച്ചത്തിന് വേണ്ടി കൊടുക്കേണ്ടതാണ്. പലപ്പോഴും ഏറ്റവും അനാഥരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും താഴെക്കിടയിലുള്ള മുസ്ലിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു സാർ. 1 വളരെ കുറഞ്ഞ വരുമാനം മാത്രമാണ് ഈ പ്രോപ്പർട്ടി എന്നുള്ളത് വളരെ സംശയാസ്പദമായ സാർ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്. ഈ വഖഫിന് കീഴിലുള്ള ഈ വഖഫിന് ഒരു കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. പക്ഷെ വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ കുറവെന്ന് കണക്കുകൾ കാണുന്നത് സംശയാസ്പദമാണ് സാർ. ഇരിക്കൂ. ബഹുമാനപ്പെട്ട സാർ, എനിക്ക് ബംഗാളിലെ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ ഓർത്തിട്ട് അദ്ദേഹം അടിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ലാലു പ്രസാദ്ജിയും RJDയും സംസാരിച്ചപ്പോൾ 2013 ഭേദഗതി കൊണ്ടുവന്നു പറഞ്ഞു. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാം. അദ്ദേഹം പറഞ്ഞു, ഈ ഭേദഗതി കൊണ്ടുവരുന്ന സർക്കാർ ഞങ്ങളിതിനെ കൃത്യമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞാൻ അവരോട് ഈ കൃത്യമായ ഇത് സർക്കാർ ഇതര ഭൂമിയായി ആയിക്കൊള്ളട്ടെ, ഇവിടെയുള്ള വഖഫ് ബോർഡിലെ ആളുകൾ അവർക്ക് ഈ ഭൂമി വിട്ടിട്ടുണ്ട്. അതുപോലെ പട്നയിലും
അവിടെ അപ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. ഇതുപോലുള്ള കൊള്ള ഇവിടെ നടന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭേദഗതി നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളിതിനെ അനുകൂലിക്കുന്നത്. പക്ഷേ കൃത്യമായ ഭാവിയിൽ കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അവരെ തുറങ്കലടക്കണം. ഈ ലാലുജി പറഞ്ഞ കാര്യം അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല, പക്ഷേ മോദിജി അത് ചെയ്തിരിക്കുന്നു. ലാലുജിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അന്ന് മന്ത്രിജി മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. മുസ്ലിങ്ങൾക്ക് ഇതിനു വേണ്ടി അവരെ ഇത്തരത്തിൽ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തവരെ കയ്യാമം വെക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഭൂമി വിറ്റ ആളുകളെ അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം. പാവപ്പെട്ട ആളുകളെ അവരുടെ കാര്യം ഇതാക്കുന്നുണ്ട്. ഹംദുള്ള സെയ്ദും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2013 ബില്ല്, കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്ന ബില്ല്, അന്ന് അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഈ ബില്ലിൽ എന്താ ഉള്ളത്? ഈ ബില്ല് വളരെ സുതാര്യമായ കാര്യമാണുള്ളത്. ആ റിപ്പോർട്ട് കൃത്യമായി ഇവിടെ ബാലൻസ് ഷീറ്റ് കൃത്യമായി പറയണം. കോഡിംഗ് കൃത്യമായുണ്ട്. ഓഡിറ്റിംഗ് കൃത്യമായി നടക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സർ, കൃത്യമായി സുതാര്യത നമ്മളിവിടെ ഉറപ്പുവരുത്തും. എന്തുകൊണ്ടാണ് അവർ ഈ സുതാര്യതയെ പേടിക്കുന്നത്? വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു കോടതിയിൽ പോകാൻ പറ്റില്ല എന്നുള്ള വ്യവസ്ഥകളൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ പറയുന്നത് ഒരു കോർട്ട് ഓഫ് ലോ, ഒരു കോടതിയിലേക്ക് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എല്ലാ ഭരണഘടനാപരമായ അവകാശങ്ങളും നിങ്ങൾ അവിടെ പൊളിച്ചെടുക്കുകയല്ലേ ചെയ്തത്. ഞാൻ പറയുന്നത് ആർക്ക് വേണമെങ്കിലും കോടതിയിൽ ചോദ്യം ചെയ്യാവുന്നതാണ്. ഇത് ഭരണഘടനയുടെ നിയമവാഴ്ചയാണ് നമ്മൾ പറയുന്നത്. ഏതൊരു വ്യക്തിക്കും കൃത്യമായി തന്നെ ഒരു കേസിന് പോകാൻ സാധിക്കും. ഈ കോടതി വ്യവഹാരത്തിൽ മാറ്റിയത് കോൺഗ്രസ് ആണ്, ഞങ്ങളല്ല. ബഹുമാനപ്പെട്ട സർ, എനിക്ക് വളരെ വ്യക്തമായി പറയാനുള്ളത്, ഈ മഹനീയ സഭയിൽ എനിക്ക് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, വളരെയധികം ഉത്തരവാദിത്വമുണ്ട് നമുക്കെല്ലാവർക്കും. ഈ ബില്ലിന്റെ ആദ്യത്തെ പേജാണിത്. ഈ കൃത്യമായ ഈ നിയമം ഈ ബില്ല് പാസ്സാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഒരു തരത്തിലുള്ള മാറ്റങ്ങളുമില്ല. ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ കൃത്യമായി നീതി ഉറപ്പാക്കുക എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. ഇവിടെ കളക്ടറുടെ അധികാരത്തെക്കുറിച്ച് അവർ പറയുന്നു. നിങ്ങളൊന്ന് പറയുക, ഏതെങ്കിലും ഒരു അമ്പലത്തിന് വേണ്ടി കുറച്ച് സ്ഥലം വാങ്ങണമെങ്കിൽ ആരാണ് ഈ ഏറ്റെടുക്കൽ ചെയ്തത്? അത് റവന്യൂ ഓഫീസറാണ് ചെയ്യുക. അപ്പൊ ഈ കേസിൽ ഇവിടുത്തെ വഖഫ് ഭൂമി സ്വത്ത് വഖഫ് അല്ലാതിരിക്കട്ടെ, കൃത്യമായത് വഖഫ് ഭൂമിയാണോ ഇല്ലയോ എന്നുള്ള കളക്ടർ നോക്കേണ്ടതുണ്ട്. വഖഫ് ഡൊണേഷൻ അല്ലേ? ആ ഡൊണേഷൻ മറ്റുള്ള സ്വന്തം ഭൂമി മാത്രമാണ് ഒരാൾക്ക് ഡൊണേഷനായി കൊടുക്കാൻ സാധിക്കുന്നത്. മറ്റൊരാളുടെ ഭൂമി ഡൊണേഷനായി കൊടുക്കാൻ സാധിക്കില്ല. അമേരിക്കയിലേക്ക് ഒരു വ്യക്തി പോകുന്നു, അയാൾ അവിടുന്ന് കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അയാളുടെ ഭൂമിയെല്ലാം വഖഫ് കൊണ്ടുപോയി എന്ന് കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് കളക്ടറോട് ചോദിക്കണം, ഇത് ഇങ്ങനെയാണോ എന്നുള്ള കൃത്യമായി ഡിസ്ട്രിക്ട് കളക്ടർ നോക്കേണ്ടതുണ്ട്. നമുക്ക് കൃത്യമായി അതിനെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഒരുപാട് അമ്പലങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ഗുരുദ്വാരകൾ, ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ, ഇതൊക്കെ ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അത് സർക്കാരിനോട് ചോദിക്കുന്നതൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഈ വഖഫ് സ്വത്തുള്ള ഭൂമി ആയിക്കോട്ടെ, അത് സർക്കാരിൻ്റെതാണോ അല്ലയോ ആരുടേതാണ് എന്നുള്ളത് കൃത്യമായി നോക്കേണ്ടതുണ്ട്. അത് കളക്ടർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ബഹുമാനപ്പെട്ട സർ, നേരത്തെ ഞാനിത് വളരെ കൃത്യമായി പറഞ്ഞതാണ്. നമ്മുടെ നിയമവാഴ്ച എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട സർ, നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ,
യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് अब वो तो ഇവിടെ വഖഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, വഖഫിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ ആവശ്യമില്ല. ഇത് പ്രാക്ടീസ് മുൻപും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ മുതലുള്ള ഒരു കാര്യമാണിത്. ഇപ്പോൾ അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമാസ് ചെയ്യുന്നു, അവർ കാണുന്നുണ്ട്, ഖബർസ്ഥാനിലുള്ളവർ കാണുന്നു, ദർഗയിലുള്ളവർ കാണുന്നു. എന്ത് തന്നെയാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ വഖഫിലുള്ളവർ പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. സാർ മറ്റൊരു കാര്യം പറഞ്ഞത് ഇത് വഖഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട സർ, അപ്പീലിന്റെ ആവശ്യകത. भ्रम खड़ा करे थे. ഇത് പ്രൊഫഷനുകൾ നൽകുന്നു. ഇത് ഗോഗോയിയുടെ പറയുന്നുണ്ട് നമുക്ക് ഹൈക്കോടതിയിൽ പോകാൻ പറ്റില്ല, നമുക്ക് ഇത് സിവിൽ കോർട്ടിൽ എഴുതുവാനായിട്ട് സാധിക്കും, ഇത് സിവിൽ കോർട്ടിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങളാണ് ഈ നടപടികൾ ലിമിറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ വോട്ട് ബാങ്കാണ് നിങ്ങൾക്ക് ആവശ്യം, അതിനാണ് നിങ്ങൾ ചെയ്തത്. ആദരണീയനായ സാർ, ഇതിൽ കൃത്യമായ തത്വം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്, മോദി സർക്കാരിനുണ്ട്. ഈ വോട്ട് ബാങ്ക് ഞങ്ങൾ ഒരിക്കലും ഒരു ബില്ലും ഞങ്ങൾ വോട്ട് ബാങ്കിനായി കൊണ്ടുവരില്ല. ഇത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഓരോ നിയമവും കൊണ്ടുവരുന്നത്. പലതരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരികയുണ്ടായി. എനിക്ക് പറയാനായിട്ടുള്ളത്, കോൺഗ്രസിലെ അംഗം ഇവിടെ പറയുകൊണ്ട് എന്ത് തരത്തിലുള്ള നിയമങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന്. ഈ സഭയിൽ മോദി സർക്കാർ 33% വനിതാ സംവരണം കൊണ്ടുവരികയുണ്ടായി. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവർക്ക് ഭരണഘടനാപരമായ ആവശ്യങ്ങൾ കൊണ്ടുവന്നു. ആദരണീയനായ സാർ, ഈ സർക്കാർ തന്നെയാണ് ഈ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് വേണ്ടി ശൗചാലയങ്ങൾ, വെള്ളം, 5 ലക്ഷത്തിൻ്റെ വീട്, 5 കിലോ അരി, അതുപോലെ തന്നെ പാചകവാതകം എല്ലാം തന്നെ നൽകുകയുണ്ടായി. ആദരണീയ അധ്യക്ഷൻ, ഇതുകൂടാതെ തന്നെ നമ്മൾക്ക് കൺവർജൻ നിയമങ്ങളെ കുറിച്ച് സംസാരിക്കാം. അതിൽ പറയുകയുണ്ടായി, അവർ നമ്മളെ കളിയാക്കുകയുണ്ടായി. കർണാടക സർക്കാർ ഈ കൺവർജൻ നിയമം, ആദ്യത്തെ കൺവർജന്റ് നിയമം അത് ഒഡീഷയിലും മധ്യപ്രദേശിലും കോൺഗ്രസ് സർക്കാരാണ് കൊണ്ടുവന്നത്. പക്ഷെ ആ സമയം കോൺഗ്രസ് സർക്കാർ അവർ ഈ അപ്പീസ്മെന്റ് രാഷ്ട്രീയമല്ല, പ്രീണന രാഷ്ട്രീയമല്ല പിന്തുടർന്നു കൊണ്ടിരുന്നത്. മധ്യപ്രദേശ് അവിടെ കൺവേർഷൻ നിയമം കൊണ്ടുവന്നു കോൺഗ്രസ് സർക്കാർ. ഞാൻ വളരെ അഭിമാനത്തോടെ പറയട്ടെ, നമ്മുടെ സർക്കാർ നമ്മളിപ്പോൾ കൺവേർഷനെതിരെ കൊണ്ടുവരികയാണ്. എല്ലാവരും അവരുടെ മതം തന്നെയായിരിക്കണം പിന്തുടരേണ്ടത്. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് മാറാം, അല്ലാണ്ട് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടോ അവരിൽ ആർത്തി ഉണ്ടാക്കിക്കൊണ്ടോ ഒരിക്കലും മതം മാറ്റാൻ സാധിക്കുകയില്ല. സാധാരണക്കാരാണെങ്കിൽ, അവർക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ അവരുടെ മതം നിങ്ങൾ മാറ്റുമോ? അതൊരിക്കലും സംഭവിക്കില്ല സാർ. നിങ്ങൾ തന്നെ നിയമങ്ങൾ കൊണ്ടുവന്നു, നിങ്ങൾ ഈ കാര്യത്തിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത് 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇത് കോൺഗ്രസ് നിർമ്മിച്ച നിയമമാണ്. ആദരണീയനായ അധ്യക്ഷൻ, അപ്പീലിന്റെ കാര്യത്തിൽ നമുക്കറിയാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ മുസ്ലിമുകൾക്ക് അവർ ഈ ഭൂമി നൽകിയവർക്ക് അവരുടെ വസ്തുക്കൾ, ഇത് അമുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ അത് നൽകിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കുവാനായി സാധിക്കും. നമ്മളത് അതിൽ കൃത്യമായ നിയമം നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മുസ്ലിമായി നിൽക്കുന്നവർ, അത് പിന്തുടരുന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആദരണീയനായ സാർ, ഇവിടെ പല കാര്യങ്ങളും നമ്മൾ ഈ മുത്തലാഖെല്ലാം തന്നെ നമ്മൾ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ചാരിറ്റി കമ്മീഷനുണ്ട്, നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവിടെ മാത്രമാണ് ഈ ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇവിടെ അതിൻ്റെ ഒരു കാര്യവുമില്ല.
ആരുടെ സ്വത്താണോ ഏറ്റെടുത്തിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോടതിയിൽ പോകുവാനായി സാധിക്കും. ഇപ്പോൾ ആദരണീയനായ സാർ, മറ്റൊരു കാര്യം ഇവിടെ നടന്നത്, നമ്മൾ 2013 2013 ഭേദഗതി ബില്ല് മുന്നോട്ട് കൊണ്ടുവന്നു. നമ്മൾ അതിനുശേഷമാണ് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ബില്ലിൽ 5.6% 6 മണിക്കൂറാണ് 5.6 മണിക്കൂറായിരുന്നു ചർച്ച നടന്നത്. ഈ ബില്ലിൽ ഇരു സഭകളിലും 16 മണിക്കൂറിലധികം ചർച്ച നമ്മൾ നടത്തുന്നുണ്ട് ഈ ബില്ലിൽ. ഇതുകൂടാതെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടു, കമ്മിറ്റി കൊണ്ടുവരുന്നത് നമ്മൾ ആവശ്യപ്പെട്ടു. 139 മണിക്കൂർ ചർച്ച നടത്തി. 284 വ്യക്തികളെ കണ്ടു. വഖഫ് ബോർഡ് അംഗങ്ങൾ, സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 25 അംഗങ്ങൾ ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരുകൾ 15 സർക്കാരുകൾ, അവിടെ നിന്ന് അംഗങ്ങൾ വന്നു, 8 അംഗങ്ങൾ. അതുകൂടാതെ തന്നെ ന്യൂനപക്ഷ കമ്മീഷനിൽ നിന്നുള്ള 5 പേരെ വിളിക്കുകയുണ്ടായി. ഈ 90 ഏകദേശം 1 കോടി നിർദ്ദേശങ്ങൾ രാജ്യത്ത് നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി ഓൺലൈനിൽ തന്നെ. ഇതിന് ശേഷമാണ് ഈ നിയമം നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഇത് ഒഴിവാക്കുവാനായി സാധിക്കില്ല. ഇവിടെ ഇത് കൃത്യമായി ഇത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾ കാരണമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഓരോ അംഗങ്ങളും ഇതിൽ സ്വതന്ത്രരായി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ നെപ്പോട്ടിസത്തെ കുറിച്ചല്ല പറയുന്നത്. ഇത് കുടുംബത്തിന്റെ കാര്യമല്ല. നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് സാർ. ഒരു അംഗം ഇവിടെ പറയുകയുണ്ടായി ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന്. 13 ഭേദഗതികളുണ്ട്. അതിൽ അപ്പീൽ നൽകുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ 83A 83(9) ഈ വിഷയത്തിൽ ഈ ട്രിബ്യൂണലിൽ ഏതെങ്കിലും ഓർഡർ പാസ്സാകുകയാണെങ്കിൽ അത് അന്തിമമായിരിക്കുമെന്ന്, അതിൽ അപ്പീലിന് ഒരു സാധ്യതയുമില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇതിൽ ഒരു പ്രൊവിഷൻ പോലും നൽകിയിട്ടില്ല അപ്പീലിന്. ഇത് മറ്റു ട്രിബ്യൂണലിന്റെ കാര്യം നോക്കുക. सरकारी अधिसूचना जो बाद में वक्फ बोर्ड और वक्फ ഇത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടതാണ്. വഖഫിന്റെ നിർദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. ഇത് വെല്ലുവിളിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദയവായി പറയുക, നമ്മൾ ഈ ഭരണഘടനയിലല്ലേ വിശ്വസിക്കുന്നത്? സർക്കാരുകളില്ലേ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? നമുക്ക് കോടതിക്കപ്പുറം എങ്ങനെ പോകുവാനായി സാധിക്കും? എന്തെങ്കിലും തീരുമാനം? ഈ രാജ്യം, ഇവിടെ കൃത്യമായ നിയമങ്ങളുണ്ട്. എങ്ങനെയാണ് അവർക്ക് ഇത് ഒഴിവാക്കുവാനായി സാധിക്കുക? എവിടെയാണ് ജനങ്ങൾ ഇതുമായി പ്രശ്നങ്ങളുമായി പോവുക? അതൊരിക്കലും സാധ്യമല്ല. വോട്ട് ബാങ്കിന് വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കോടതിയിലേക്ക് പോകുന്നു. ആ എഗ്രിമെന്റുകൾ ഈ വശത്തോ ആ വശത്തോ ഉള്ളത് കോടതി നീതി ഉറപ്പാക്കും. ആദരണീയനായ സാർ ഇവിടെ പറയുകയുണ്ടായി, ന്യൂനപക്ഷങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്ന് പറയുകയുണ്ടായി. എന്ത് സന്ദേശമാണ് ഇത് നൽകുന്നത്? ഇത് പാർലമെന്റിലെ നിയമമാണ്. ഇത് എല്ലാവരും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഇതിനെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് അവർ ഇത് അംഗീകരിക്കില്ല എന്ന് പറയാൻ? ഞങ്ങൾ ഈ നിയമം അംഗീകരിക്കില്ലെന്ന് പറയാൻ എന്താണ് അധികാരം അതിന്? ഇത് ഇന്ത്യയുടെ സർക്കാരാണ്, ഇന്ത്യ സർക്കാരാണ്. ഇത് എല്ലാവരും ഈ നിയമം പിന്തുടരേണ്ടതായിട്ടുണ്ട്. ആദരണീയനായ സാർ, നമ്മളിതിൽ വഖഫിന്റെ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല. അവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വഖഫിന്റെ കാര്യത്തിൽ എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മാറ്റുന്നത്? ധൻകൽ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അദ്ദേഹം ഈ കോഡ് പറയുകയുണ്ടായി.
വഖഫ് ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് മുസ്ലിം വിഭാഗത്തെ ഒരിക്കലും പ്രതിനിധീകരിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. ഇത് വഖഫ് എങ്ങനെയാണ് ഇത് ചെയ്യുവാൻ സാധിക്കുക? ഖബറിസ്ഥാനോ ദർഗയോ മസ്ജിദോ അത് ചാരിറ്റിയുടെ കാര്യമോ എങ്ങനെയാണ്? വഖഫ് ബോർഡ് അല്ല ചെയ്യുന്നത്. ഇത് കേരള ഹൈക്കോടതി പറയുകയുണ്ടായി. അതുപോലെ തന്നെ അലഹബാദ് ഹൈക്കോടതിയിൽ മുത്തവല്ലി തക്ബീറിന്റെ കാര്യം, മുത്തബല്ലി എന്ന് പറയുന്നത് അതൊരു മാനേജർ മാത്രമാണ്. ആദരണീയനായ അധ്യക്ഷൻ, ഒരു മുത്തവല്ലിയുടെ കടമകൾ അത് ഈ കൃത്യമായി ഇത് പരിശോധിക്കുക എന്നത് മാത്രമാണ്. നമ്മൾ മുത്തവല്ലിയെ ഒന്നും തന്നെ ആ പദവി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആദരണീയനായ സ്പീക്കർ സാർ അവരിവിടെ പറയുകയുണ്ടായി, ഈ നിയമം അധ്യക്ഷൻ ഈ നിയമം അത് ഇതിൽ ഒരു മോശമായ കാര്യവും നടന്നിട്ടില്ല. ആദരണീയനായ അധ്യക്ഷൻ, 2014 പുതിയ നിയമം 2013 വരികയാണ്. എല്ലാവരും കുറച്ച് ശാന്തരാകോ. ഇലക്ഷൻ ഉണ്ടല്ലോ ഒക്ടോബറിൽ. അവർ ഈ ഇലക്ഷനെ കാത്തിരിക്കുകയാണ്. मान्यवर ആദരണീയനായ സ്പീക്കർ സർ, ദയവായി ഇരിക്കുക. ഇത് ബംഗാളിൽ കാണുകയുണ്ടായി. ഇത് നിങ്ങളുടെ സ്ഥലം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, ഇവിടെയെല്ലാം. ആദരണീയനായ അധ്യക്ഷൻ, 2013 ഭേദഗതി. ദയവായി ഇരിക്കുക. 2013 അതും ആവർത്തിക്കുന്നതാണ്. ആദരണീയനായ അധ്യക്ഷൻ, 2013 ദയവായി ഇരിക്കുക. 1913 മുതൽ 2013 വരെ 2013 വരെ വഖഫ് ബോർഡിന്റെ മൊത്തം ഏക്കർ ഭൂമി എന്നത് നമ്മൾ എല്ലാം ഉൾപ്പെടുത്തുകയാണെങ്കിൽ 18 ലക്ഷം ഏക്കറാണ്. ഇത് എല്ലാ അംഗങ്ങളും കേൾക്കേണ്ടതായിട്ടുണ്ട്. 1900 മുതൽ 2013 വരെ एकड़ और 13 से 25 तक एक कानून बनने का परिणाम क्या आया? और नई 30 लाख एकड़ भूमि बढ़ गई. 21 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലായി. 39 ലക്ഷം ഏക്കർ ഭൂമി എവിടെയുണ്ട്? 29. ഇത് ദുരുപയോഗം ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാമോ? ആദരണീയനായ സർ, പാട്ടത്തിനായി 20,000 ഏക്കറായിരുന്നു നൽകിയിരുന്നത്. റെക്കോർഡുകൾ പ്രകാരം ഇത് തെറ്റായ റെക്കോർഡുകളായിരിക്കാം. ഈ പ്രോപ്പർട്ടി എങ്ങോട്ടാണ് പോകുന്നത്? ആരുടെ അനുവാദമാണ് ഇതിനുള്ളത്? ആദരണീയനായ അധ്യക്ഷൻ, ഞാൻ മുമ്പേ തന്നെ പറയുകയുണ്ടായി, കേരളം അവിടുത്തെ പ്രശ്നങ്ങൾ കാത്തോലിക് ബിഷപ്പ് കൗൺസിൽ, കാത്തോലിക് ബിഷപ്പ് കോൺഫറൻസ്, കാത്തോലിക് കോൺഗ്രസ്, അതുപോലെ തന്നെ ഭാരതീയ കാത്തോലിക് യോഗം, ദളിത് കോൺഗ്രസ് കേരള, ഇവരെല്ലാവരും ഈ ബില്ലിനെ അനുകൂലിക്കുകയാണ്. അവർ ഇതിനെല്ലാം തന്നെ അനുകൂലിക്കുകയാണ്. 2013 ബില്ലിനെ എതിർക്കുകയാണ്. നമ്മൾ ഇത് കാണേണ്ടതായിട്ടുണ്ട് അധ്യക്ഷൻ. അതുപോലെ തന്നെ ഈ ആക്ടിൽ നമ്മൾ ഇത് വഖഫ് ബോർഡിന്റെ ഒരു വിഷയമാണ്.
ആദരണീയനായ സ്പീക്കർ സർ, അവർ പറയുന്നു മുസ്ലിം ഇപ്പോൾ ഇത് മുസ്ലിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയുള്ളതാണോ? 75% കുറയ്ക്കുകയാണെങ്കിൽ അത് എവിടെ പോകും? അത് വഖഫിൽ തന്നെയല്ലേ ഉണ്ടാവുക? നമുക്ക് വഖഫ് ബോർഡില്ലേ? അവിടെയുള്ള പള്ളികൾ അതെല്ലാം തന്നെ ഈ 2% ആയി കുറയുമോ? അവർ തെറ്റായി ചിന്തിക്കുകയാണ്. ആദരണീയനായ സാർ, ഈ ബിൽ ഇത് ഭൂമി സംരക്ഷിക്കുവാനായിട്ടുള്ളതാണ്. ആരുടെയും ഭൂമി തട്ടിയെടുക്കുകയില്ല. അവർക്ക് നമ്മൾ സംരക്ഷണം നൽകും. ഈ ASIക്ക് സംരക്ഷണം നൽകും. ആദിവാസി വിഭാഗങ്ങൾക്ക് കൃത്യമായ സഹായങ്ങൾ നൽകും. അവരുടെ ഭൂമി സംരക്ഷിക്കപ്പെടും. സ്വകാര്യ ഭൂമി അതും സംരക്ഷിക്കപ്പെടും. അതുപോലെ സാർ, വഖഫ് ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ഡൊണേഷൻ നൽകുവാനായിട്ട് സാധിക്കും. നമുക്ക് ഗ്രാമം മൊത്തം എങ്ങനെ ദാനം ചെയ്യുവാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ വഖഫ് അത് സ്വകാര്യ ബില്ലിൽ നിന്ന് മാത്രമേ നൽകുവാനായി സാധിക്കൂ. ഇവിടെ സുതാര്യത ഉറപ്പാക്കുവാനായി സാധിക്കും. വഖഫ് ബോർഡുകൾ ഇത് ഉറപ്പാക്കിയിട്ടുണ്ട്. കളക്ടറായിരിക്കും ഇതിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ. പുതിയ വഖഫ് വളരെ സുതാര്യമായിരിക്കും. അതിൽ രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്നു. രജിസ്ട്രേഷൻ ഇല്ലാതെ ഒന്നും തന്നെ കൊണ്ടുപോകാനായി സാധിക്കില്ല. മുസ്ലിം ട്രസ്റ്റുകൾ അവയെല്ലാം തന്നെ നമുക്ക് അറിയുവാനായി സാധിക്കും. ദയവായി ഞാൻ പറയുന്നത് കേൾക്കുക. ഇവിടെ ഒരുപാട് മുസ്ലിം സഹോദരന്മാരുണ്ട്. അവർ കരുതി ഈ വഖഫ് നിയമം അവർക്ക് ഇതിൻ്റെ കീഴിൽ വരേണ്ട എന്ന് അഹമ്മദിയർ, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. അവരെല്ലാം തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത പറയുവാനായിട്ടുള്ളത്, ഈ ട്രസ്റ്റിൽ അവർക്കും രജിസ്റ്റർ ചെയ്യുവാനായി സാധിക്കും. അവർക്ക് വഖഫ് നിയമത്തിന് കൊണ്ടുപോകാനായി സാധിക്കും. അതുപോലെ തന്നെ സാർ, ഈ ഭൂമിയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കും. അത് ലോക്കൽ ഭാഷയിൽ, പ്രാദേശിക ഭാഷയിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ, ബോറ, അഹ്മദിയ, ഇവരെല്ലാം തന്നെ, അഹമ്മദിയരെ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. मान्यवर, एक फैशन हो गई राम ജന്മഭൂമി ക്ഷേത്രം അത് നിർമ്മിച്ചു. അപ്പോൾ ഈ രാജ്യം, അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകും, മുസ്ലിങ്ങൾ റോഡിലേക്ക് വരും, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ മുത്തലാഖ് നിർത്തലാക്കിയപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. CAA-കൾക്കെതിരെ മുസ്ലിങ്ങളെ ഇളക്കി വിടുകയുണ്ട്. പറയുക, ഒരു മുസ്ലിം ആർക്കാണ്, ഏതെങ്കിലും ഒരു മുസ്ലിം, ഏത് മുസ്ലിമിനാണ് ഇവിടെ പൗരത്വം നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഏത് മുസ്ലിം സഹോദരനാണ്? ഞാൻ അവരോട് പറയുകയാണ്, CAA നിയമം ഇവിടെ അവരുടെ പൗരത്വം ഒഴിവാക്കുമെന്ന് പറഞ്ഞു 2 വർഷമായി ഇപ്പോൾ അത് പാസ്സാക്കിയിട്ട് ഒരു മുസ്ലിം പൗരന് പോലും പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ കള്ളത്തരം മാത്രമാണ് ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്ഷൻ 370 ഒഴിവാക്കുകയുണ്ടായ അനുച്ഛേദം മുസ്ലിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമെന്ന് പറഞ്ഞു. ഒമർ അബ്ദുള്ള, അദ്ദേഹം ഇലക്ഷൻ ജയിക്കുകയുണ്ടായി. അവിടെ തീവ്രവാദം അവസാനിച്ചിരിക്കുന്നു. അത് പൂർണ്ണമായിരിക്കുന്നു. അവിടെ വികസനം എത്തിയിരിക്കുന്നു. ആദരണീയനായ സാർ, കോയിലേഷൻ പാർട്ട്ണർ ഈ മുസ്ലിങ്ങളെ അവർ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരെ ഭയപ്പെടുത്തുകയാണ്. ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയുകയാണ്, ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ അവരെ ഇത് ബാധിക്കുമോ? ആദരണീയനായ സ്പീക്കർ സാർ, അവർ പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളെ കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്നില്ല.
അവർ ഇവിടെ ജാതീയത പടർത്തുന്നു. അവരിവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം. ഈ പ്രീണന രാഷ്ട്രീയത്തിലൂടെ അവർ കുടുംബ രാഷ്ട്രീയം കളിക്കുകയാണ് ഇവിടെ. ഈ കുടുംബ രാഷ്ട്രീയത്തിന്റെ പിന്നാലെയാണ് അവർ. കുടുംബ രാഷ്ട്രീയം, അതുപോലെ പ്രീണന രാഷ്ട്രീയം, ഇവയെല്ലാം തന്നെ മോദിജിയാൽ തീർക്കുവാനായി സാധിക്കും. ഇവിടെ നമ്മൾ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഇപ്പോൾ മോദിജി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നു. 3 തവണ മോദിജി തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത 3 തവണയും BJP സർക്കാർ തന്നെ അധികാരത്തിൽ വരും. നിങ്ങൾക്കത് എഴുതി വെക്കാവുന്നതാണ്. ആദരണീയനായ അധ്യക്ഷൻ, സ്പീക്കർ സാർ, എനിക്ക് പറയുവാനായിട്ടുള്ളത്, കിരൺജിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾ, കഠിനാധ്വാനത്തിലൂടെ കൃത്യമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സുതാര്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ബില്ലിനെ അനുകൂലിക്കുന്നു.